നമസ്കാരം. ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ഇന്ന് നമ്മൾ അറിവുകൾ നമ്മൾക്ക് ലഭിക്കുന്നത്, ഇൻഫർമേഷൻ കിട്ടുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. പണ്ട് നമ്മൾ പത്രത്തെയും ചാനലുകളെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്ന് പത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ആരും പത്രം വളരെ പഴയ ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ടെന്നല്ലാതെ പുതിയ തലമുറ പത്രം വായിക്കുന്നില്ല. അവർ ചാനലുകളുടെ പിന്നാലെയല്ല, എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയാണ് ഏതൊരു കാര്യത്തിനും ഇന്ന് ആശ്രയിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഒരു വ്യക്തി ഓതറൈസ്ഡ് ആണോ അല്ലെങ്കിൽ അതോറിറ്റി ആണോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്. ആ സോഷ്യൽ മീഡിയ ഇന്ന് പലതരത്തിലും നമുക്ക് നല്ല അറിവുകളും അതുപോലെ തന്നെ തെറ്റായ അറിവുകളും നൽകുന്നുണ്ട്. അതിൽ തിരഞ്ഞെടുക്കലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കയ്യിലാണ് ലോകം മുഴുവനുള്ളത്, അല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മളുടെ കൈ വിരൽത്തുമ്പിലാണ്. അതിൽ നിന്ന് ശരിയായ അറിവിനെ, ശരിയായ വിവരങ്ങളെ ശേഖരിക്കുക എന്നുള്ളതാണ് AI ലോകത്ത് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത്. എല്ലാം AI യുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ബുദ്ധി ആവശ്യമുള്ളത് ഇതിൽ ശരി ഏതാണ്, തെറ്റേതാണ്, നല്ലതേതാണ്, ശരിയായത് ഏതാണ് എന്ന് തിരിച്ചറിയാനാണ്. അതിനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് ഗുരുവായൂർ ടൈംസ് ഓൺലൈൻ ചാനൽ വരുന്നത്. നമ്മൾക്ക് സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്, കൃത്യമായ അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ അറിവുകളും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ധൈര്യമായി ഒരാൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ചാനലാണ് ഗുരുവായൂർ ടൈംസ്. ഗുരുവായൂർ ടൈംസിന് എല്ലാ തരത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഞാനും ഗുരുവായൂർ ടൈംസിനൊപ്പം ഈ യാത്രയിലുണ്ട്. നന്ദി, നമസ്കാരം.